ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 26 നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നും ഒരു മാറ്റം വരുത്തിയാണ് കേരള യുണൈറ്റഡ് ഇന്നേ ദിവസം കളിക്കുന്നത്. അഞ്ജന സിയാറിന് പകരക്കാരിയായി വൈഗ ഇന്നേ ദിവസം സ്റ്റാർട്ടിംഗ് ലെവൽ സ്ഥാനം കൂടുതൽ ഗോൾ നേടിയ താരങ്ങളിൽ ഒരാളും കൂടെയാണ് സാന്ദ്ര. സാന്ദ്രയുടെ ഫ്രീ കിക്കാണ്. നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ കേരള യുണൈറ്റഡിന്റെ. ദിയയുടെ ബൂട്ടിൽ നിന്ന് പിറക്കുന്നു ആദ്യത്തെ ഗോൾ. കേരള യുണൈറ്റഡ് അടിക്കുന്നു മത്സരത്തിന്റെ 23-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ. ദിയയെ സംബന്ധിച്ച് ആദ്യത്തെ ഗോളാണ് ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ ദിയ നേടുന്നത്. ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറയിച്ചുകൊണ്ട് ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് കേരള യുണൈറ്റഡ്. ബ്യൂട്ടിഫുൾ ബോളാണ്. നേരെ അലീന ടോണി ലക്ഷ്യം വെച്ചുകൊണ്ട് അലീന ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമാണ്. ഇത്തവണ ക്രോസ് ആണ്. ബാബു ഇത്തവണ രക്ഷകയാവുകയാണ് അവിടെ ഗ്രീഷ്മ. രേഷ്മാഭിക്ക് 3-ാമത്തെ അവസരമാണ് ഈ ഒരു അവസരത്തിൽ വന്നു ചേരുന്നതും. അവിടെ കൃത്യമായി ഗ്രീഷ്മ രക്ഷപ്പെടുത്തിക്കൊണ്ട് അപകടം മാറ്റുകയാണ്. പത്മയിൽ നിന്ന് നേരെ അശ്വതി പിയിലേക്ക് ഇടത് വിങ്ങിൽ കൂടി രേഷ്മ ക്ലിയർ ചെയ്ത് അപകടം മാറ്റുകയാണ്. ഒരു കോർണർ കിക്ക് നേടിയ സാന്ദ്ര ഗോൾ നമ്പർ 2. സാന്ദ്ര കെയുടെ ഒരു ഒളിമ്പിക് ഗോളിലൂടെ കേരള യുണൈറ്റഡ് ലീഡ് തുടരുകയാണ്. 2-ാമത്തെ ഗോൾ. അലീന ടോണിയുടെ ഒരു ടച്ച് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായിരുന്നാലും കേരള യുണൈറ്റഡ് ലീഡ് തുടരുകയാണ്. 2-ാമത്തെ ഗോളാണ് മത്സരത്തിൻ്റെ 87-ാമത്തെ മിനിറ്റിൽ നേടുന്നത്. സാന്ദ്ര കെയുടെ ഒരു ബ്യൂട്ടിഫുൾ കോർണർ കിക്കാണ്. അവിടെ അലീന ടോണിയുടെ ഒരു ടച്ച് ഉണ്ട് അവിടെ. എന്തായിരുന്നാലും ഫൈനലി 2 ഗോൾ കണ്ടെത്താൻ കേരള യുണൈറ്റഡ് ആണ്. പത്മശ്രീയുടെ ഒരു ഫ്രീ കിക്ക്. ഗോൾ കീപ്പർ അനായാസം പന്ത് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അപകടം മാറ്റുകയാണ് അവിടെ. 2-ാം പകുതിയുടെ വിസിലും വന്നിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളിന് കേരള യുണൈറ്റഡ് ഈ മത്സരം വിജയിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തോടുകൂടി